അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ADGP കണ്ടത് രാംമാധവനെ മാത്രമല്ല രാഹുൽ ഗാന്ധിയെയുമാണ്. അതാണ് BJP പറയുന്ന വെർഷൻ. സ്വാഭാവികമായിട്ടും ദേശീയ നേതാക്കൾ വരുമ്പോൾ ഉയർന്ന അല്ലെങ്കിൽ ഉന്നത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോകുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. അതിനപ്പുറത്തേക്ക് ആരോപിക്കുന്നത്, പ്രതിപക്ഷം ആരോപിക്കുന്നത്, കോൺഗ്രസ് അടക്കമുള്ളവർ ആരോപിക്കുന്നത് ആശയ പാപ്പരത്വം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതിൽ സാങ്കത്യമില്ലേ? ഇവിടെ BJPക്കെതിരാണ് കേരളത്തിലെ മാൻഡേറ്റ്. എല്ലാവർക്കും അറിയാലോ. നിയമസഭാ തെരഞ്ഞെടുപ്പില് BJPക്കെതിരായി ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പില് BJPക്കെതിരായി UDFിൽ വോട്ട് ചെയ്തു. അങ്ങനെ BJPക്കെതിരായി ജനങ്ങൾ മാൻഡേറ്റ് നൽകുന്ന ഒരു സാമൂഹിക സാഹചര്യമുള്ള ഈ കേരളത്തിൽ BJPയുടെ RSSന്റെ നേതാക്കന്മാരെ രഹസ്യമായി ഔദ്യോഗിക വാഹനം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി ക്രമസമാധാന ചുമതലയുള്ള ADGP കാണേണ്ട ആവശ്യം എന്ത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. മുഖ്യമന്ത്രി ഈ വിവരം അറിഞ്ഞിട്ടുണ്ടല്ലോ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്കറിയാം, ഇതിനു മുമ്പൊക്കെ സെൻകുമാറിന്റെ പ്രശ്നം വന്നപ്പോ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് എന്താണ്? അതുപോലെ തന്നെ ജേക്കബ് തോമസ് എന്ന് പറയുന്ന മുൻ DGP, അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ ഒരു പുസ്തകം എഴുതി എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട് എന്താണ്? ഇവിടെ എന്താണ് ADGP അജിത് കുമാർ പലതവണ, ഇപ്പൊ പുറത്തു വന്നത് 3 തവണയുള്ളൂ. 2 പ്രാവശ്യം കോവളത്ത് വെച്ചിട്ടും അതുപോലെ തന്നെ 1 പ്രാവശ്യം തൃശ്ശൂരിൽ വെച്ചിട്ടും പിന്നെ RSSന്റെ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം സ്വകാര്യമായി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് സ്വകാര്യ വാഹനത്തിൽ പോയി കണ്ടു എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെയുള്ള പ്രശ്നം. CPIക്ക് വരെ സംശയമുണ്ട്, അവരെ കൂടെയുള്ള CPIക്ക് സംശയമുണ്ട്, ഇന്ന് ഗോവിന്ദമാഷിക്കും സംശയമുണ്ട്. എന്താണ് അതിന്റെ കാരണം? ആഭ്യന്തര വകുപ്പ് ഈ കാരണമൊന്നും, ഈ നീക്കങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ സന്ദർശനം ഒന്നും അറിഞ്ഞിട്ടില്ലേ? നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ എന്താണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഭവങ്ങളും നമുക്കറിയാം. ഇവിടെ പിന്നെ നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസുണ്ടായിരുന്നു, വലിയ വിവാദമായിരുന്നു. BJP നേതാക്കന്മാരൊക്കെ വലിയ ആവേശത്തോടു കൂടി ചാനലുകളിൽ വന്ന് പറയുമായിരുന്നു, ആ സ്വർണ്ണക്കടത്ത് കേസ് ഞങ്ങൾ തെളിയിക്കും, പിണറായി വിജയനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, പിണറായി വിജയനെതിരെയുള്ള തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അവിടെ സ്റ്റോപ്പ് ആവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടല്ലോ, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് SFIO അന്വേഷണം നടക്കുന്നു. പത്രങ്ങളിൽ വലിയ വാർത്ത, TV ന്യൂസുകളിൽ വലിയ വാർത്ത. അങ്ങനെ വാർത്ത വന്ന് നമ്മൾ വിചാരിച്ചു ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയുടെ മകൾ കൊടുങ്ങും. തെളിവില്ലാതിട്ടാണോ? എല്ലാവർക്കും അറിയാലോ, നമ്മളൊക്കെ TV ചാനലുകളിലൂടെ കണ്ട തെളിവുകൾ തന്നെയല്ലേ, വാങ്ങിയ പണത്തിന്റെ കണക്കില്ലേ, അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി വ്യക്തമാക്കിയ കണക്കുകളില്ലേ. പക്ഷേ ആ അന്വേഷണം അവിടെ അവസാനിച്ചു. ഇപ്പൊ നമുക്കറിയാം ലാവ്ലിൻ കേസ് നിരന്തരമായി എത്രയോ തവണ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ എവിടെയും കാണാത്ത രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകരും മറ്റുള്ള ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ട് അവിടെ എങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് RSSുമായിട്ട് CPMന് ബന്ധം സ്ഥാപിക്കാൻ. ഇവിടെ ഇപ്പൊ വരുന്ന ആരോപണം എന്താണ്? തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചു. ആ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം, പ്രധാനപ്പെട്ട കാരണം പൂരം കലക്കിയതാണ് എന്ന് പല ആളുകളും പറയുന്നു. അത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ പറയുന്നു, അതുപോലെ തന്നെ UDFന്റെ ആളുകൾ പറയുന്നു, നിഷ്പക്ഷമതികളായ ആളുകൾ പറയുന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത രൂപത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനമായ ആ തൃശ്ശൂർ പൂരം കലക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചു. പോലീസ് അവിഹിതമായിട്ട് എന്തോ ചെയ്തു. അത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതിന്റെ ഇടക്കാണ് അന്ന് ADGP അവിടെ ഉണ്ട്. ADGP ഒന്ന് തൃശ്ശൂരിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ തൃശ്ശൂർ പോലീസ് കമ്മീഷണർ അദ്ദേഹം BJP നേതാക്കന്മാർക്ക് നട്ടപ്പ് പറയുന്നു. മാത്രമല്ല അവിടെ ആകെ അലങ്കോലപ്പെടുത്തി, ഒരു കാരണവുമില്ലാത്ത രൂപത്തിൽ പൂരം നല്ല നിലയിൽ നടക്കാൻ കഴിയാത്ത രൂപത്തിൽ, വെടിക്കെട്ട് വരെ രാത്രിയിൽ നടത്താൻ കഴിയാത്ത രൂപത്തിൽ ആ കാര്യങ്ങൾ അലങ്കോലപ്പെടുത്തി തൃശ്ശൂരിൽ വെച്ച് തന്നെയാണ് RSSന്റെ നേതാവിനെ പിന്നെ ADGP കണ്ടത്. അതുപോലെ തന്നെ 2 പ്രാവശ്യം കണ്ടത് പിന്നെ കോവളത്ത് വെച്ചാണ്.
ഇനി ബാക്കി ആരെങ്കിലും കണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? പൂരം കലക്കിയത് പോവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി RSSും BJPയും തമ്മിലുള്ള ഡീലാണ് എന്നുള്ള കാര്യം പോവട്ടെ. പക്ഷെ ക്രമസമാധാന ചുമതലയുള്ള ഒരു DGP അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെയാണോ, അറിവുണ്ടായിട്ടാണോ ഈ RSSന്റെ നേതാക്കന്മാരെ സ്വകാര്യമായി പോയി കണ്ടത്? അവിടെയാണ്, ഔദ്യോഗിക വാഹനത്തിലല്ല, ഒരു ഔദ്യോഗിക സന്ദർശനം ഉണ്ടായില്ല. അങ്ങനെ സ്വകാര്യമായി പോയി കണ്ടത് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും മുഖ്യമന്ത്രി DGPയെ വിവരം അറിയിക്കുകയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ ദൈനംദിനം DGP ആ കാര്യം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയല്ലോ. അപ്പൊ അവിടെയാണ് ഇതിന്റെ പ്രശ്നം. BJPയും RSSും അതുപോലെ തന്നെ CPMും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ വ്യക്തമാക്കണം. ഇപ്പൊ ഗോവിന്ദമാഷ് പറഞ്ഞു, CPIക്കാർ പറഞ്ഞു, സുനിൽ കുമാർ പറഞ്ഞു, ഈ വാർത്ത ശരിയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് എന്തുകൊണ്ട് ഇന്നും ADGP അജിത് കുമാർ ആ തസ്തികയിൽ ഇരിക്കുകയാണ്? അദ്ദേഹം എന്നോ ലീവ് എടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇന്നും നേരെ മറിച്ച് മുൻ DGPമാരോട് CPM സ്വീകരിച്ച നയം ഇതല്ലല്ലോ, മുഖ്യമന്ത്രി സ്വീകരിച്ച നയം ഇതല്ലല്ലോ, സെൻകുമാറിനോട് സ്വീകരിച്ച നയം ഇതല്ലല്ലോ. സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി അനുവാദം വാങ്ങിയിട്ടല്ലേ, ഓർഡർ വാങ്ങിയിട്ടല്ലേ കേരളത്തിന് DGPയായി ചുമതലയേറ്റത്. ജേക്കബ് ജോർജിനോട് സ്വീകരിച്ച നിലപാടിതല്ലല്ലോ ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ. അവരൊക്കെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചപ്പോ അതിനെതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ട് ADGPക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ട് കളിച്ച ഒരു കളിയാണ്. ഇതിൽ CPMകാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, CPIക്കാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാവരും പ്രതികരിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു? കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ഞാൻ തിരികെ എത്താം.